വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വായിച്ച വചനത്തിലേക്ക് ആമേൻ പ്രവേശിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തു യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ തിരുവെഴുത്തിൻ പ്രകാരം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഉയർത്ത് എഴുന്നേറ്റത്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അവൻ ഉയർത്തെഴുന്നേറ്റ നമുക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേണ്ടി. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകം, അധികാരത്തെക്കുറിച്ച് ആമേൻ, സ്തോത്രം. അതെന്തിനാണ് നമ്മുടെ മേൽ അത് ദൈവം വെച്ചിരിക്കുന്നത്? ഇവിടെ ആമേൻ, സ്തോത്രം, വചനം പറയുക, ആമേൻ, സ്തോത്രം, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെ വെളിപ്പാട്, ആമേൻ, നമ്മുടെ മേൽ സ്വർഗം പകർന്നുകൊണ്ടിരിക്കാം. ഇതിനകത്ത് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഒരു വെളിപ്പാടിൻ്റെ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കാം. സ്തോത്രം. എന്തിനാ വെളിപ്പാടിൻ്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടത്? എന്തിനാ നമ്മളെ ആമേൻ പരിശുദ്ധാത്മാവിനാൽ ആമേൻ നമ്മളെ ശക്തീകരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, ആമേൻ, സ്തോത്രം, അതിന്റെ 12-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ്, ശ്രദ്ധിച്ചു കേൾക്കണമേ, പിശാചിന് ആമേൻ ഭൂമിയിൽ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പിശാചിന് അല്പകാലമേ ഉള്ളൂ എന്ന് അവൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിശാചിനൊരു വെളിപ്പാട് കിട്ടി. അവനിനി അല്പകാലമേ, സ്തോത്രം. അതുകൊണ്ട് അവൻ എങ്ങനെ ഇറങ്ങി വന്നേ? ക്രിസ്തുവിന്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെ അടുക്കല ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരുടെ അടുക്കില? അവൻ പ്രാർത്ഥിക്കുന്നവന്റെ ചുറ്റിലും അവൻ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. ആരാധിക്കുന്നവന്റെ ചുറ്റിലും അവൻ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ? ആമേൻ, സ്തോത്രം. അവൻ അറിയാം, ആമേൻ, ഇനി അല്പകാലം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അത് കഴിയുമ്പോൾ എന്നേക്കുമായി മരണത്തെയും പാതാളത്തെയും ആമേൻ തീപ്പൊയ്കയിൽ തള്ളിയിടും. അവന് തീപ്പൊയ്ക ഒരുക്കി വെച്ചിരിക്കുന്നെന്ന് അവൻ അറിവ് കിട്ടിയത് കൊണ്ട് അവൻ മഹാക്രോധത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ, ആമേൻ, അഭിഷിക്തന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ അവൻ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുമ്പോൾ, ആമേൻ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ സമ്പാദിച്ച അവന്റെ സഭയെ കുറിച്ച് പറയുന്നു. ആമേൻ, സ്തോത്രം. എന്റെ സഭയ്ക്ക്, ആമേൻ, പിശാചേ, സാത്താനെ, നീ എത്ര മഹാക്രോധത്തോടെ ഇറങ്ങി വന്നാലും എന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച എന്റെ സഭയ്ക്ക് ഞാൻ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. എന്റെ സഭയ്ക്ക് ഞാൻ പരിജ്ഞാനം കൊടുത്തിട്ടുണ്ട്. എന്റെ സഭയ്ക്ക് ഞാൻ വെളിപ്പാട് കൊടുക്കും. വെളിപ്പാടിന്റെ ആത്മാവ്.
സാധാരണ നീ ഏത് വഴിക്ക് എൻ്റെ വീട്ടിനകത്ത് കയറി വന്നാലും, നീ ഏത് വഴിക്ക് എൻ്റെ ശുശ്രൂഷ തലങ്ങളിൽ കയറി വന്നാലും, നിന്നെ സ്കാൻ ചെയ്യാനുള്ള ഒരു വെളിപ്പാടിന്റെ ആത്മാവ് ഇന്ന് പകലിൽ എൻ്റെ അകത്തിരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പൈശാചിക മണ്ഡലങ്ങൾ തിരിച്ചറിയട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ കേൾക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, അവൻ പിശാചി ഏതു വഴിക്ക് നിന്റെ ജീവിതത്തിൽ വന്നാലും സ്കാൻ ചെയ്യാനുള്ള ഒരാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് പകൽ എങ്ങനെ സന്തോഷിക്കണമെന്ന് അറിയത്തില്ല. സ്തോത്രം. പിശാചേ, നീ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ വന്നാലും ശ്രദ്ധിച്ചേക്കണേ. ആ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പകലിൽ എല്ലാവരും ഞാൻ വേഗത്തിൽ നിർത്തും. നിങ്ങളെല്ലാവരും അല്പസമയം വളരെ പ്രാർത്ഥനയോടെ, എനിക്കറിയത്തില്ല, ഇന്ന് പകലിൽ ഒരു അസാധാരണ ദൈവകൃപ ഈ ഹോളിനകത്ത് ചലിക്കുന്നത് ഞാൻ അനുഭവിക്കുക. എനിക്കറിയാം ഇന്ന് പകൽ ചിലരുടെ വാതിലുകളെ ദൈവം തുറക്കും. ചിലരുടെ മേൽ ചില ശുശ്രൂഷകളുടെ കൈമാറ്റം ഇതിനകത്ത് നടക്കും. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ മേൽ അത് സംഭവിക്കും. ഞാനിത് പറയുമ്പോൾ എൻ്റെ ശരീരത്ത് ഒരു തീയുടെ സ്പർശനം പെട്ടെന്ന് ഇങ്ങനെ അടിക്കുന്നത് ഞാൻ ഇതിനകത്ത് നിന്ന് അനുഭവിക്കുകയാണ്. ആമേൻ, ദൈവത്തിന് എനിക്കറിയാം. ഹല്ലേലൂയ. 21-ാമത്തെ ദിവസം എനിക്കറിയാം ഇതിനകത്ത് ചില ദൈവപ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ വെറുതെ ദൈവം അയച്ച് കളയത്തില്ല. ആമേൻ, നിങ്ങൾ വഴികൾ തളർന്നു പോകാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ നിറച്ചേ വിടത്തുള്ളൂ. ആരെയും ദൈവം ശൂന്യമായി വിടത്തില്ല. ഇന്ന് പകലിൽ ഈ വെളിപ്പാടുകളെ കയറി പിടിച്ചോണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പരിചയമില്ലാത്തവരെ പോലെ ഇരിക്കരുത്. ഈ വെളിപ്പാട് പിടിച്ചോണം. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പിടിച്ചാൽ എനിക്കറിയാം ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട്, ഞാൻ പറയുന്നു നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ, നാളെയല്ല മറ്റന്നാളല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. മാർത്ത പറഞ്ഞതുപോലെ പുനരുത്ഥാന നാളിലല്ല, 2024 അവസാനത്തല്ല, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയും, ഇന്നത്തെ ദിവസം നിങ്ങൾ ചില അത്ഭുതങ്ങളെ കാണും. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് പകൽ നിങ്ങളെ കണ്ണത് കാണും, നിങ്ങളുടെ കാതത് കേൾക്കും. അതുകൊണ്ട് പിടിച്ചോണം. വെളിപ്പാടുകൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പിടിച്ചോണം. അടുത്തിരിക്കുന്ന ആരെ നോക്കരുത്, എഴുന്നേറ്റ് പിടിച്ചോണം. ഹല്ലേലൂയ. ഇവിടെ പറയുക, അവൻ മഹാക്രോധത്തോടെ ഇറങ്ങി വരുമ്പോൾ ദൈവം തൻ്റെ സഭയെ ആമേൻ വെളിപ്പാടിനാൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽ പറ, ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ആമേൻ വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ. ആമേൻ, സ്തോത്രം. പിശാചേ, എൻ്റെ കണ്ണിനെ നിനക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ഞാൻ സഭയെ നോക്കി പറയാൻ, നമ്മൾ സ്കാൻ ചെയ്ത് പിടിക്കാൻ പോവാം. ചിലത് നമ്മളെ കുടുംബത്തിനകത്ത് നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് പിടിക്കും. ചിലരുടെ ജീവിതത്തിൻ്റെ തിന്മകളെ നമ്മൾ സ്കാൻ ചെയ്ത് പിടിക്കും. ആമേൻ. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരും ദൈവസഭയ്ക്കകത്ത് കയറി വരുന്നവനെ സ്കാൻ ചെയ്ത് പിടിച്ചതുപോലെ 2024 ആമേൻ ദൈവസഭ സ്കാൻ ചെയ്ത് പിടിക്കാൻ പോകുക. ചിലതിനെ സ്കാൻ ചെയ്ത് പിടിക്കും. ആമേൻ. പിശാച് മറയിട്ടിരിക്കുന്നത്, പിശാച് മറച്ചു വെച്ചിരിക്കുന്നതിനെ ആമേൻ ഹല്ലേലൂയ ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, അതിനെ സ്കാൻ ചെയ്ത് പിടിക്കും. കുഞ്ഞിനെ സ്കാൻ ചെയ്ത് പിടിക്കും. ഇന്ന് പകൽ പറയുന്നു, നിന്റെ കണ്ണിനെ മറയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പിശാച് എത്ര മറയിട്ടാലും ആമേൻ സ്തോത്രം, ദൈവകുഞ്ഞെ നീ അതിനെ പൊളിക്കും. ഓ സ്തോത്രം. ഇതെല്ലാം ഞാനങ്ങ് പിടിക്കുക. ആമേൻ സ്തോത്രം. 2024 ആമേൻ ഞാൻ പറഞ്ഞു, പിശാചേ ആമേൻ എൻ്റെ മുമ്പിൽ നീ എത്ര മറയിട്ടാലും ഞാൻ അതിനെ പൊളിക്കും. എന്താണെന്നറിയോ, പിശാച് എത്ര മറച്ചു വെച്ചാലും കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് യെരുശലേമിൻ്റെ തിരശ്ശീല മേൽ തൊട്ട് അടി വരെ 2 കീറിപ്പോയതാ. ഇനി പിശാച് നിനക്കൊന്നും മറയ്ക്കാൻ പറ്റുകയില്ല. സ്തോത്രം. ആമേൻ. വചനം പറയുക, ആമേൻ സ്തോത്രം, വെളിപ്പാടിൻ്റെയും ആമേൻ ആത്മാവിനെ തരേണ്ടതിനും. അടുത്ത് പറയുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ആമേൻ അറിയേണ്ടതിന്.
വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്താൽ ആമേൻ സ്തോത്രം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് പകൽ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അളവിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തെ ഞാൻ അങ്ങ് റിലീസ് ചെയ്യാൻ പോവാം. ഇതിനകത്ത് ഞാൻ അതിനെ ഓപ്പൺ ചെയ്യാൻ പോവാം. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ, ഞാൻ പറയുന്നു, നിങ്ങളത് കാണാൻ പോവാ. നിങ്ങളത് കാണും. ഇനി കഴിഞ്ഞ വർഷം വരെ അളവിനല്ലേ കണ്ടേ, എല്ലാം പരിധിയല്ലേ, എല്ലാം ലിമിറ്റിനല്ലേ കണ്ടേ. ആമേൻ സ്തോത്രം. ഇനി ആമേൻ സ്തോത്രം ദൈവം ഇതിൻ്റെ ആമേൻ ലിമിറ്റഡ് അങ്ങ് മാറ്റാൻ പോവുക. ലിമിറ്റ് അങ്ങ് ആതിരുകളെ ദൈവം അങ്ങ് പൊട്ടിക്കാൻ പോവുക. ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നു ആമേൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഇന്ന് പകലിൽ ഇതിനകത്ത് വിശ്വാസമുള്ളവരുണ്ടോ? പാസ്റ്റർ പറയുമ്പോഴല്ല, വിശ്വസിക്കുന്നവന്റെ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, ക്യാൻസറുകളെ സൗഖ്യമാക്കും, മൂടന്തനെ നിങ്ങൾ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് പറയാ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. അത് ദൈവകുഞ്ഞെ നിന്റെ ബുദ്ധിക്കൊത്തവണ്ണമല്ല, നിന്റെ ശക്തിക്കൊത്തവണ്ണമല്ല. ഇന്ന് പകൽക്കാലം ഈ അത്യന്ത ശക്തി വ്യാപരിക്കുന്നത് ജോസ് പാസ്റ്ററുടെ വലിപ്പത്തിനനുസരിച്ചല്ല. ഇന്ന് പകൽക്കാലം ആമേൻ ഉയരത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, ദൈവത്തിന്റെ വലിപ്പത്തിനനുസരിച്ച്, ആമേൻ വലിപ്പം കുറഞ്ഞ എന്റെ മേൽ ആമേൻ സ്വത്ര സർവശക്തന്റെ മഹത്വം അളവറ്റ നിലകളിൽ ഇന്ന് പകലിൽ എൻ്റെ കണ്ണത് കാണാൻ പോവാ. എൻ്റെ കണ്ണത് കാണാൻ പോവാ. എൻ്റെ കാത് ചിലത് കേൾക്കാൻ പോകുക. ആമേൻ സ്തോത്ര. ഞാനിത് പറയുമ്പോൾ നിങ്ങളതങ്ങ് ഏറ്റു പറഞ്ഞോളണം. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കണ്ണ് അത് കാണും. ഹല്ലേലൂയ. നിന്റെ അളവറ്റ ആമേൻ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിനും ആമേൻ പൗലോസ് പറയെ പ്രാർത്ഥിക്കുക. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഈ അത്യന്ത ശക്തി യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്ത് ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ ഒരു വലിയവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, ആ അകത്തിരിക്കുന്നവന്റെ വലിപ്പം നിങ്ങൾ കാണാൻ പോവുകയാ. നിങ്ങൾ അവന്റെ ആമേൻ വലിപ്പം അനുഭവിക്കാൻ പോവുകയാ. ഒരു കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർക്ക് ഇത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരത് കാണാൻ തുടങ്ങി. മരിച്ചവർ ഉയർക്കുന്നു, ആമേൻ കിടരോഗികൾ എഴുന്നേൽക്കുന്നു, ആമേൻ സ്തോത്രം, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ഇന്ന് പകൽക്കാലം വചനം പറഞ്ഞു, വിശ്വസിക്കുന്ന ദൈവകുഞ്ഞെ 2024 ആരോ ചെയ്യുന്നതല്ല, യൂട്യൂബിൽ ഏതോ ദൈവദാസൻ ചെയ്യുന്നതല്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നീ ചെയ്യുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുകയാ. പിടിച്ചോണോ. ഇന്ന് പകൽക്കാലം പറ, ഞാനത് ചെയ്യും, എന്നിലൂടെ ദൈവം അത് ചെയ്യും. ആമേൻ സ്തോത്രം. നിന്റെ വലിപ്പത്തിനല്ല, എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഇന്ന് പകൽക്കാലം അവന്റെ ആത്മാവ് അവൻ ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. ഹല്ലേലൂയ. ഇന്ന് പകൽ പറ, മരണമേ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. മരണത്തിൻ്റെ അകത്തു നിന്ന് ആമേൻ സ്തോത്രം യേശു ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്ന ആത്മാവ് എൻ്റെ അകത്തിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, മരണത്തിൻ്റെ ശക്തികൾക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. മരണത്തിൻ്റെ ശക്തിക്ക് എൻ്റെ തലമുറകളെ തൊടാൻ പറ്റത്തില്ല. മരണത്തിൻ്റെ ശക്തികൾക്ക് എൻ്റെ കുടുംബത്തെ തൊടാൻ പറ്റുകയില്ല.
കുഞ്ഞെ ഇന്ന് പകല് വായി തുറന്ന് നീ പറയണം. ഇന്ന് പകൽ ഇത് പറഞ്ഞിട്ട് നിന്റെ ഭവനത്തിനകത്ത് കയറുമ്പോൾ ആമേൻ സ്തോത്രം, ഒരു ജീവന്റെ ശക്തി ഭവനത്തിനകത്ത് വ്യാപരിക്കുന്നത് കാണാം. നിന്റെ ജോലി മേഖലകളിൽ ഒരു ജീവന്റെ ശക്തി വ്യാപരിക്കുന്നത് കാണാം. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ജീവന്റെ ശക്തി വ്യാപരിക്കുന്നത് കാണാം. ഹല്ലേലൂയ, ആമേൻ. യേശു ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും, സ്തോത്ര ഹല്ലേലൂയ, ആമേൻ, എല്ലാ ശക്തിക്കും എല്ലാ കർത്തൃത്വത്തിനും. ഓ, ഇനി പറയാൻ പോകുന്നത്, ഓ സ്തോത്ര, വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും, സ്തോത്ര, സകലത്തിനും ക്രിസ്തുവിനെ എന്ത് ചെയ്തു? ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള, ഓ എന്ന് പകൽ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും, ആമേൻ സ്തോത്രം, വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ എൻ്റെ യേശു കർത്താവിനെ ഇരുത്തുകയും, അടുത്ത് പറയുന്നു, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിന് മീതെ കർത്താവിനെ ആരാക്കി? തലയാക്കി വെച്ചു, അധികാരിയാക്കി വെച്ചു. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ അവൻ കാൽവരി ക്രൂശിൽ അവനെ തോൽപ്പിച്ച്, അവൻ സ്തോത്രം, സകലത്തിനും അവൻ എന്റെ കർത്താവിനെ ദൈവം അധികാരിയാക്കി വെച്ചു. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും. എന്നിട്ട് ഈ തലയായ ക്രിസ്തു എന്താ ചെയ്തേ? ഈ തലയായ ക്രിസ്തു എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വാഴ്ചകൾ, അധികാരം, ശക്തി, കർത്തൃത്വം, ആമേൻ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും സകല അധികാരവും ക്രിസ്തുവിന് കൊടുത്തപ്പോൾ അത് വാങ്ങിച്ച് കൊണ്ടുപോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയല്ല ചെയ്തത്. ആ അധികാരങ്ങളെ മുഴുവനും തൻ്റെ ശരീരമാകുന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ പ്രാണനെ വിടുമ്പോൾ അവൻ്റെ തല അവൻ്റെ ചുമലിൽ, ശരീരത്തിൽ ചാരി. ഓ, ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവകുഞ്ഞ് സഭയുടെ മേൽ ചാരി അവൻ പ്രാണനെ വിട്ടത്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഈ ലഭിച്ച അധികാരങ്ങളെല്ലാം കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ ശരീരമായ സഭയ്ക്ക്. ഇന്ന് പകൽ ഈ വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തി, കർത്തൃത്വം, ഇന്ന് പകൽക്കാലം ഞാൻ ഒരൊറ്റ വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. സാത്താൻ അവൻ മഹാക്രോധത്തോടുകൂടെ ഈ ഭൂമിയിൽ ദൈവകുഞ്ഞ് നിനക്ക് വിരോധമായി ഇറങ്ങി നിൽക്കുമ്പോൾ, സ്തോത്രം, തൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ ദൈവം നിർത്തിയിരിക്കുന്നത്, ഹല്ലേലൂയ, എങ്ങനെയാ നിർത്തിയിരിക്കുന്നേ? വാഴ്ചകൾ, അധികാരം, ശക്തി. ഓ, ഇനി അവൻ എത്ര മഹാക്രോധത്തോടെ നമ്മുടെ അടുക്കൽ വന്നാലും, ഇന്ന് പകൽക്കാലം ദൈവസഭ പറയണം, നീ എത്ര ക്രോധത്തോടെ ഇറങ്ങി വന്നാലും ഞാൻ നിന്നെ വാഴും.
ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിന്റെ വാഴ്ച ആമേൻ എൻ്റെ കർത്താവ് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അത് എനിക്ക് തന്നെങ്കിൽ പിശാചേ ഇനി എന്നെ വാഴാൻ, എൻ്റെ കുടുംബത്തെ വാഴാൻ, എൻ്റെ തലമുറയെ വാഴാൻ ഇനി നിനക്ക് കഴിയത്തില്ല. ഞാൻ നിന്റെ മേൽ വാഴും. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, ഞാൻ വാഴും. ആമേൻ. ഇനി എന്നെ വാഴത്തില്ല, ഇനി എന്റെ സാത്താൻ എന്റെ കുടുംബത്തെ വാഴത്തില്ല. പിശാച്, നീ എത്ര ക്രോധത്തോടെ എന്റെ നേരെ ഇറങ്ങി വന്നാലും നിന്നെ തടുക്കാനുള്ള ശക്തി എന്റെ ദൈവം എന്നെ മേൽ പകർന്നിട്ടുണ്ട്. വാഴ്ചകൾ, അധികാരം, അതുകൊണ്ട് പിശാചൊക്കെ ഇളകി നിൽക്കുമ്പോൾ ഒറ്റ വാക്ക്, യേശുവിൻ്റെ നാമത്തിൽ പിശാച് ഈ വ്യക്തിയെ വിട്ടുപോ. ഇത് പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ അധികാരം നമുക്ക് തന്നിരിക്കുക. പിതാവിൻ്റെ വലത്തു ഭാഗത്ത് എൻ്റെ സ്തോത്രം പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്തിനാ കർത്താവ് അവിടെ ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ ഒരു വെളിപ്പാട് പറയാം. അവിടെ കർത്താവ് സ്തോത്രം കണ്ണടച്ചിരിക്കുകയല്ല, അവൻ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ഓ ഹല്ലേലൂയ. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി. അവൻ 70 പേരെ വിളിച്ചു. അവൻ ഈ രണ്ട് പേരായി ദേശത്തിലേക്ക് വിട്ടു. അവർ ചെന്ന് രോഗികളുടെ മേൽ കൈവച്ചു. രോഗികൾ സൗഖ്യമായി. ഭൂതങ്ങളുടെ മേൽ കൈവച്ചു. ഭൂതങ്ങൾ വിട്ടുപോയി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവർ ഉയർത്തു. അനേക അത്ഭുതങ്ങൾ നടന്നു. അവർ ദൈവസന്നിധിയിലേക്ക് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ആമേൻ ആമേൻ ഞങ്ങൾ കടന്നുപോയിടത്തെല്ലാം രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഓ, ഇന്ന് പകലിൽ പിടിച്ചോണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ. ആമേൻ. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സ്വർഗത്തിൽ നോക്കുമ്പോൾ ആമേൻ തന്റെ ശിഷ്യന്മാർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അദർശ്യ മണ്ഡലങ്ങൾ മറഞ്ഞു നിന്ന അന്ധകാര ശക്തികൾ ആമേൻ മിന്നൽ പോലെ വീഴുന്നത് എന്താണെന്നറിയാമോ? എന്റെ കുഞ്ഞുങ്ങൾ അധികാരം നടത്തുമ്പോൾ സാത്താൻ വീഴുന്നത് ആമേൻ സ്വർഗത്തിലെ അപ്പൻ പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്ന് ഇന്ന് പകൽക്കാലം ഒരുവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ. നീ അധികാരം നടത്തുന്നത്, നീ ശക്തി വെളിപ്പെടുത്തുന്നത്, ആമേൻ, നീ പിശാചിനെ വാഴുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഒരുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാ. 2024 ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ദൈവസഭ സാത്താന്റെ കോട്ടകളെ വാഴും. വെറുതെ ഒരു കാഴ്ചക്കല്ല ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച്. ആമേൻ സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, ബാലാക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വന്ന് ബിലയാമിന് കൈക്കൂലി കൊടുത്ത് ഇവരെ ശപിക്കാൻ പറഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ഗിരികളിൽ കയറി നിന്ന് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ആമേൻ സ്തോത്രം, ധനിച്ചു പാർക്കുന്ന ഒരു ജനം. സ്തോത്രം ഹല്ലേലൂയ. ജാതികളുടെ കൂട്ടത്തിൽ ഇന്ന് പകല് ദൈവ കുഞ്ഞെ ആമേൻ ഹല്ലേലൂയ, നീ മറ്റുള്ളവരുടെ കൂട്ടത്തല്ല നിന്നെ എണ്ണുന്നേ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണാനല്ല എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ആമേൻ നിന്നെ കാണുമ്പോൾ ആമേൻ സ്വർഗത്തിനറിയാം. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ഇടത്തും വലത്തും ദൂതന്മാർ നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, വെളിപ്പാടിന്റെ കണ്ണൊന്ന് തുറക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവ കുഞ്ഞെ നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ ചുറ്റിലും ആമേൻ ദൂതന്മാരുണ്ട്. ആമേൻ ഹല്ലേലൂയ. അദർശ്യ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ നീ തനിച്ചു പാർക്കുന്ന നീ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തതിന്റെ കാരണം ആമേൻ, നീ നടക്കുമ്പോൾ നിന്റെ കൂടെ ദൈവത്തിന്റെ തേജസ് സഞ്ചരിക്കുന്നു. നിന്റെ കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ നടക്കുന്നു. ഹല്ലേലൂയ. നീ ജാതികളുടെ കൂട്ടത്തിൽ നീ എണ്ണപ്പെടുകയില്ല. 2024 സ്തോത്രം. ഞാൻ വാഴും. നമ്മൾ വാഴും. സ്തോത്രം. നമ്മൾ വാഴും. നമ്മളെ വാഴുകയില്ല. നമ്മളെ ഇനി വാഴുകയില്ല. പറഞ്ഞ ഇനി എന്നെ വാഴുകയില്ല.
ഇനി എൻ്റെ കുടുംബത്തെ വാഴാൻ പറ്റില്ല. നീ എത്ര മഹാക്രോധത്തോടെ ഇറങ്ങി വന്നാലും നിന്നെ തടുക്കാനുള്ള ശക്തി, പാതാളത്തിൽ പോയിട്ട് ഇന്ന് വരെ ആരും തിരിച്ചു വന്നിട്ടില്ല. പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഒരുവനെ വന്നിട്ടുള്ളൂ, അതെൻ്റെ കർത്താവാ. ഒറ്റ ഒരുവനെ വന്നിട്ടുള്ളൂ. അവൻ പറയുക, ആമേൻ സ്തോത്രം, അവൻ എത്ര മഹാക്രോധത്തോടെ വന്നാലും അവനെ ചെറുക്കാനുള്ള ശക്തി. നിങ്ങൾ റോഡിൽ കണ്ടിട്ടുണ്ടോ? എത്ര സ്പീഡിന് വാഹനം ചീറിപ്പാഞ്ഞു വന്നാലും ഒരു വെള്ള ഷർട്ടിട്ടുകൊണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 9 ബോർഡുണ്ട്. അതിൽ ഒറ്റ വാക്കാണ് എഴുതിയിട്ടുള്ളത്, സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. എത്ര ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിൻ്റെ മുമ്പിലും അദ്ദേഹം ഇത് കാണിച്ചാൽ, സ്തോത്രം, വരുന്ന വാഹനം ആമേൻ സ്തോത്രം ഹല്ലേലൂയ 5000 ആമേൻ സ്തോത്രം ഹല്ലേലൂയ പവറുള്ള വണ്ടിയായാലും വാഹനമായാലും, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ 20,000 cc വാഹനമായാലും, ഈ ഒരു സ്റ്റോപ്പിൻ്റെ ബോർഡ് മിണ്ടാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ കാണിച്ചാൽ, ഹലോ, ഈ ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടിയുടെ ശക്തിയൊന്നും ഈ കാണിക്കുന്ന മനുഷ്യനില്ല. പക്ഷേ ആ കാണിക്കുന്ന ബോർഡിനകത്തൊരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ്. പിശാചേ, നീ എത്ര അലറുന്ന സിംഹം എന്ന പോലെ, നീ എത്ര ക്രോധത്തോടെ എൻ്റെ കുടുംബത്തിന് നേരെ വന്നാൽ, എൻ്റെ ശുശ്രൂഷയുടെ നേരെ വന്നാൽ, എൻ്റെ കയ്യിൽ നിന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അത്യന്ത ശക്തിയെ എൻ്റെ ദൈവം പകർന്നു വച്ചിട്ടുണ്ട്. നിനക്ക് കയറാൻ പറ്റുകയില്ല, നിനക്ക് എൻ്റെ ജീവിതത്തിനകത്ത് കയറാൻ പറ്റുകയില്ല. ആമേ, ഇത് പകൽക്കാലം പറയണം, പറ്റുകയില്ല. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, നമ്മൾ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് പകലിൽ ആരും മൗനമായി നിൽക്കരുത്. ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചോണം. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം, ചില വെളിപ്പാടിൻ്റെ വാതിലുകളെ ദൈവം ഇതിനകത്ത് തുറക്കാൻ പോവുക. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ ഞങ്ങൾക്കറിയാം പാസ്റ്ററെ, ആമേൻ അധികാരവും ശക്തിയും കർത്തൃത്വവും ആമേൻ സ്തോത്രം വാഴ്ചയും ഇതെല്ലാം ഞങ്ങൾക്ക് ആമേൻ ദൈവം തന്നിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ സ്തോത്രം, അതെല്ലാം ഞങ്ങൾക്കറിയാം, ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആത്മനദിയുടെ ഒരു ഉറവയെ ദൈവം അങ്ങ് തുറക്കാൻ പോവാ. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ പത്രോസ് മാറിയിരുന്ന് 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞു. പിശാചിനോട് എതിർക്കാൻ പറ്റിയില്ല, അവനോട് പോരാടി ജയിക്കാൻ പറ്റിയില്ല, അവൻ തോറ്റുപോയി. ദൈവത്തെ തള്ളി പറഞ്ഞു, സാഹചര്യങ്ങൾ വന്നപ്പോൾ മാറിപ്പോയി. പക്ഷേ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. ഈ അത്യന്ത ശക്തി അവൻ്റെ മേൽ വന്നു. ഈ അത്യന്ത ശക്തി അവൻ്റെ മേൽ വന്നു. ഈ അത്യന്ത ശക്തി വന്നപ്പോൾ ഏറ്റവും പുറകിൽ നിന്നവൻ ഏറ്റവും മുൻനിരയിൽ വന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ പിൻനിരയിൽ കിടന്ന നിങ്ങളെ ദൈവം മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പോകുക. ഇന്ന് പകൽക്കാലം നിങ്ങളെ മുൻനിരയിൽ കൊണ്ടുവരും. അമ്മ 2023 ദൈവം നീ പുറകിലായിരുന്നെങ്കിൽ 2024 നിന്നെ മുൻപേ കൊണ്ടുവരും. ആരെല്ലാം നിന്നെ പുറകിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നിന്നെ പുറകിലോട്ട് പോകാനല്ല, നിന്നെ മുൻനിരയിൽ നിർത്തും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. പലരും നിന്നെ നോക്കി പറയും, അയ്യോ അവൻ ഹല്ലേലൂയ യേശുവിനെ തള്ളി പറഞ്ഞതല്ലേ, ആമേൻ ഇപ്പോൾ എന്താ ഇവൻ മുൻനിരയിൽ വരാൻ കാരണം? ഹല്ലേലൂയ, ഇവൻ അതിനുള്ള യോഗ്യതയുണ്ടോ?
ആമേൻ, ഇന്ന് പകൽക്കാല പരിശുദ്ധന്മാർ പറയുന്നു, ആമേൻ, നിന്റെ യോഗ്യത നോക്കിയിട്ടല്ല, നിന്റെ മേൽ ഇറങ്ങി വന്നവന്റെ യോഗ്യത നോക്കിയ നിന്നെ മുന്നിൽ നിർത്താൻ പോകുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ തിരിച്ചറിയുന്ന ഒരു മേഖല ഞാൻ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ, നിന്റെ യോഗ്യത നോക്കിയിട്ടല്ല ദൈവകുഞ്ഞ് നിന്നെ മുൻനിരയിൽ, ആമേൻ, സ്തോത്രം, പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കിയാൽ നീ യോഗ്യതയില്ലാത്തതാ, നിനക്കതിന് സാധിക്കത്തില്ല, നിനക്കതിന് കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ പിൻനിരയിൽ നിൽക്കുന്ന, ആമേൻ, ചിലരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് മുൻനിരയിൽ കൊണ്ടുവന്ന്, ആമേൻ, സ്തോത്രം, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി, നിന്നെ ഒരു ആശ്ചര്യ വിഷയമാക്കി ഇന്ന് പകൽക്കാലം, ആമേൻ, നിന്നെ മാറ്റുവാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ആരും മൗനമായി നിൽക്കരുത്. അന്യഭാഷകളിൽ ഇന്ന് പകൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. എനിക്കറിയാം, അസാധാരണ ദൈവകൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു ആത്മപകർച്ച വെളിപ്പെടും. നിങ്ങളുടെ മേൽ ആ ദൈവകൃപയുടെ ശക്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ആമേൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തതുപോലെ ഒരാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. ആമേൻ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയുടെ ആഴം വെളിപ്പെട്ടു വരും. ഇന്ന് പകൽക്കാലം ആ ദൈവകൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, അത്യന്ത ശക്തി നിങ്ങളുടെ മേൽ, ആമേൻ, വെളിപ്പെട്ടു വരും. അത്യന്ത കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. ആ ദൈവ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകലിൽ ആ ദൈവശക്തി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, വെളിപ്പെട്ടു വരും. ആരും കണ്ണ് തുറന്ന് അലക്ഷ്യമായി നിൽക്കാതെ അവനവൻ ഉള്ളത് ഇന്ന് പകൽക്കാലം പിടിച്ചോളണം. ഹല്ലേലൂയ, ദൈവ കുഞ്ഞേ, ആമേൻ, സ്തോത്രം, അവൻ നിന്നെ വാഴ്ചയ്ക്കും അധികാരത്തിനും, ആമേൻ, ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഉള്ള, ആമേൻ, ദൈവശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകർന്നു വെച്ചിരിക്കുന്നത് ഇന്ന് പകലിൽ അതൊന്ന് പുറത്തു വരാൻ പോവുകയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇനി ശത്രു നിന്നെ വാഴത്തില്ല, ഇനി നീ ശത്രുവിനെ വാഴും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇനി ശത്രുവിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടത്തില്ല, പക്ഷെ നിന്നിൽ നിന്ന് ഒരു ശക്തി പുറപ്പെടും. ഹല്ലേലൂയ, നിന്നിൽ നിന്നൊരു ശക്തി പുറപ്പെടും, നിന്നിൽ നിന്നൊരു ശക്തി പുറപ്പെടും, നിന്നിൽ നിന്നൊരു ശക്തി പുറപ്പെടും. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ആമേൻ. അതരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോണേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകലിൽ ഒരു അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശക്തി, ഇനി ശക്തി, ശത്രുവിന്റെ ശക്തി നമ്മുടെ മേലല്ല, നമ്മളിൽ നിന്നൊരു ശക്തി പുറപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ, യേശു പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ട് സകല രോഗികളെ സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ നാളുകൾ കൊണ്ട് നിങ്ങളുടെ മേൽ പകർന്ന്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തി, അതേ ദൈവശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇന്ന് പകൽക്കാല ശക്തി പുറപ്പെടാൻ പോവുക. എവിടെ നിന്ന്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടാൻ പോവുകയാ. ആമേൻ, വാഴ്ചയ്ക്കും ശക്തിക്കും, ആമേൻ, ഹല്ലേലൂയ, ഈ ശക്തി പുറപ്പെടുമ്പോൾ ഒരു അധികാരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആമേൻ. ഇന്നലകളിൽ എവിടെയെല്ലാം തലകുനിച്ച് നിന്നോ അവിടെയെല്ലാം നിങ്ങൾ തല ഉയർത്തി നിൽക്കത്തക്ക നിലകളിൽ ഒരു അധികാരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഒരു അധികാരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആമേൻ. പിശാചല്ല ഇനി കർത്തൃത്വം നടത്തുന്നത്, നിങ്ങൾ കർത്തൃത്വം, ആമേൻ, നടത്തും.